ഹായ് ഓൾ, വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. ഇന്ന് നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മിക്സർ റെഡിയാക്കി എടുത്താലോ. മിക്സർ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ലല്ലേ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മിക്സർ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പ് അരിപ്പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളമെല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മിക്സർ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അച്ചിനകത്ത് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചില്ലിലും അതുപോലെ സൈഡ് ഭാഗത്തൊക്കെ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചില്ലാണ് അതായത് ചെറിയ ഹോളുള്ള ചില്ലാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ കുറച്ചുകൂടെ വലിപ്പമുള്ള ഹോളുള്ള ചില്ലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ലാസ്റ്റ് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആ സേവിന് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവൊന്ന് ചുറ്റിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് എണ്ണ കുടിക്കും കേട്ടോ. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് ഫ്രൈ ആയി വരാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് കരിഞ്ഞു പോകാതെയൊക്കെ പെട്ടെന്ന് കോരി മാറ്റണം. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സേവ് മുഴുവനും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബൂന്തി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ബൂന്തിക്കുള്ള മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഹോൾസ് ഉള്ള കയ്യിലുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഒരു സ്ഥലത്ത് തന്നെ പിടിക്കരുത് കേട്ടോ. ഒരു സ്ഥലത്ത് തന്നെ പിടിച്ചാൽ ഇത് കട്ട കെട്ടിയിരിക്കും. ഇതുപോലെ ചുറ്റിച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ള ബൂന്തിയൊക്കെ ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ ബൂന്തി മുഴുവനും നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് പൊട്ടുകടല ഇട്ട് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ പൊട്ടുകടലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു 4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ആ കൂടെ തന്നെ ഇനി നമുക്ക് ഒരു 4-5 വറ്റൽമുളകും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ വറ്റൽമുളകും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മളിവിടെ മിക്സ്ചർ റെഡിയാക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റെഡിമെയ്ഡ് ഗ്രീൻ പീസ് ഫ്രൈയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളർഫുള്ളും അതുപോലെ കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സേവ് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒടിച്ചു കൊടുക്കാം. നമ്മൾ ആ മിക്സറിൻ്റെയൊക്കെ ഒരു നീളം ഉണ്ടല്ലോ, ആ ഒരു നീളത്തിലെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഇതുപോലെ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബൂന്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ബൂന്തിയുടെ കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി, അതുപോലെ പൊട്ടുകടല, വറ്റൽമുളക്, വെളുത്തുള്ളി, പിന്നെ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള ഗ്രീൻ പീസ് ഫ്രൈ എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഞാനിവിടെ കുറച്ചൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ചെന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബാക്കിയൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ കപ്പലണ്ടിയിലേക്കൊന്നും ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ മിക്സ്ചറിന് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചറാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.